എല്ലാവർക്കും നമസ്കാരം. മുഴുവൻ പത്രപ്രവർത്തകരെയും ഞാൻ ഈ പത്രസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ സന്തോഷ് പയ്യന്നൂരാണ്. എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് ബുള്ളറ്റ് ഡയറീസ്. ആദ്യ സിനിമ പനി ആണ്, ഫീവർ. അത് 2019 സ്റ്റേറ്റ് അവാർഡും IFFK ഫിലിം അവാർഡൊക്കെ ലഭിച്ചൊരു സിനിമയാണ്. ഒരുപാട് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിലും ഇൻ്റർനാഷണൽ അവാർഡും കിട്ടിയൊരു സിനിമയാണ്. റിലീസ് ആവാൻ പോകുന്നേ ഉള്ളൂ. രണ്ടാമത്തെ സിനിമയാണ് ബുള്ളറ്റ് ഡയറീസ്. അത് നാളെ ധ്യാൻ ശ്രീനിവാസനാണ് നായകൻ. പ്രയാഗ ഒരു നല്ലൊരു വേഷം അതിൽ ചെയ്യുന്നുണ്ട്, മുഴുനീള വേഷമാണ്. ഒരു ബൈക്കിനോട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ബൈക്ക് മെക്കാനിക്കിൻ്റെ കഥയാണ് ബുള്ളറ്റ് ഡയറീസിലൂടെ പറയുന്നത്. അല്ല, ഞാൻ പറയില്ല, തീർച്ചയായിട്ടും. അപ്പോൾ പാഷനും ഇമോഷനുമാണ് നമ്മുടെ സിനിമ. അത്യാവശ്യം കോമഡിയും അതുപോലെ ഫീൽ ഗുഡ് ജോണറിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. മുഴുവൻ പേരെയും ഞാൻ ഈ സിനിമ കാണാൻ ക്ഷണിക്കുകയാണ്. ഇനി അടുത്തത് പ്രയാഗം. നമസ്കാരം. സന്തോഷ് പറഞ്ഞതുപോലെ ഇത് ബുള്ളറ്റ് അല്ലെങ്കിൽ ഒരു 2 വീലർ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ എല്ലാവർക്കും മിനിമം ഒരു 2 വീലർ ഉണ്ടാവും. ഒരു ടീനേജ് ലൈസൻസ് ആയിട്ട് പ്രായം ആയിക്കഴിഞ്ഞാൽ. ശരിക്കും ഈ സിനിമ ഒരു ബുള്ളറ്റ് പ്രേമിയുടെ കഥയാണ്. അതുകൊണ്ട് ഒരു ബുള്ളറ്റ് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കാത്ത ചെറുപ്പക്കാരും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കഥയാണ്. വളരെ സമാധാനമുള്ള, വളരെ സാവധാനത്തിൽ പറഞ്ഞു പോകുന്ന നല്ലൊരു സിനിമ, ഒരു ഇമോഷണൽ ഫിലിമാണ്. ധ്യാനും പ്രയാഗയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കൂടാതെ രഞ്ജിയേട്ടനും സുധീർ കരമന, അൽത്താഫ്, ഷാലു, സന്തോഷ് കീഴാറ്റൂര്, അങ്ങനെ നല്ലൊരു ക്യാരക്ടർ റോൾസ് കൈകാര്യം ചെയ്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റ് ധാരാളം പേരും ഈ സിനിമയിലുണ്ട്. ഞാനിതൊരു പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട്. നമ്മളിത് ചിത്രീകരണം നടന്നത് കറുവഞ്ചാലും പൈതൽ മല ഒക്കെ നമുക്ക് അറിയാവുന്നത്. ഇപ്പം ബൈക്ക് റൈഡേഴ്സൊക്കെ സ്ഥിരമായി പോകുന്ന സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. ട്രക്കിങ്ങിന് പോകുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇതിനു മുമ്പ് അവിടെ നടന്ന സ്ഥലം പാത്തൂജാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ആ പ്രദേശത്താണ് നടന്ന സ്ഥലം, ആ ലൊക്കേഷനിലാണ്. അതുകൊണ്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെറൈനിൽ നടക്കുന്ന ഒരു കഥ. ഫൈസലാണ് ഇതിൻ്റെ സിനിമയുടെ. ഞങ്ങൾ ഈ കൊച്ചു സിനിമ നിങ്ങളുടെ മാസായിട്ടുള്ള സിനിമകളും മാസ് സിനിമകളും ഇപ്പോൾ നിറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഈ കൊച്ചു സിനിമയാണ് ഞങ്ങൾ വരുന്നത്. V3M ക്രിയേഷൻസ് അവരുടെ രണ്ടാമത്തെ സിനിമയാണ്. അവരുടെ ആദ്യ സിനിമ മധുര മനോഹര മോഹം, അത് വളരെ വലിയ ഹിറ്റായിരുന്നു. ഇത് ആ സ്വഭാവത്തിലുള്ള സിനിമയല്ല, ഇത് മറ്റൊരു തരത്തിലുള്ള സിനിമയാണ്. നമസ്കാരം. സന്തോഷേട്ടൻ്റെ സിനിമയിൽ ഭാഗമാകാൻ സാധിച്ചത്. ബുള്ളറ്റ് ഡയറീസ് പേര് ധ്യാൻ ശ്രീനിവാസനാണ് ലീഡ് ചെയ്യുന്നത്. നല്ലൊരു സിമ്പിൾ എൻ്റർടൈനർ, പ്രോപ്പർ അല്ലേ? ഇപ്പോൾ കുടുംബസമേതം എല്ലാവർക്കും പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. ശ്രീകാന്തേട്ടൻ പറഞ്ഞ പോലെ ഒരു നല്ല കാസ്റ്റ് തന്നെയുണ്ട്. രഞ്ജിയേട്ടൻ തൊട്ട് ഷാലു, സന്തോഷേട്ടൻ, ശ്രീകാന്തേട്ടൻ, സുധീരേട്ടൻ, lot of them. So all your favorite actors. മ്യൂസിക്, ഇതിലെ മ്യൂസിക് 3 പാട്ടുകളുണ്ട്. 3 റിലീസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഷാൻ റഹ്മാനാണ്, ഷാനേട്ടനാണ് പാട്ടുകളെല്ലാം. താങ്കളുടെ ആദ്യത്തെ ചിത്രം പനി
അത് വളരെ സോഷ്യലി റെലവൻ്റ് ഒരു ചിത്രമായിരുന്നു. കാരണം വെച്ചാൽ അത്രയും സമൂഹത്തിൽ നടക്കുന്ന ട്രൂ ഇൻസിഡന്റ് കൂടിയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. എനിക്ക് കാണാൻ സാധിച്ചു. വളരെ നല്ലൊരു ഫിലിമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഡിഫറെൻ്റ് കൊമേഴ്ഷ്യൽ ലെവലിലേക്ക് ഈ ചിത്രം ചെയ്യാവുന്ന കാരണം എന്താണ്? ആദ്യത്തെ സിനിമ ഞാൻ ഓരോ സബ്ജക്റ്റിനെയും ബേസ് ചെയ്തിട്ടാണ് ഓരോ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എല്ലാം സബ്ജക്റ്റ് വൈസാണ് ഞാൻ അതിനെ സിനിമയെ അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പനി അത്തരം സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂ ആണ്. ഇന്ന് നടക്കുന്ന ഒരു കസ്റ്റമാണത് തമിഴ്നാട്ടിൽ. ആ കസ്റ്റത്തെ ബേസ് ചെയ്തിട്ടാണ് ആ സിനിമ. പക്ഷേ എൻ്റെ ലൈഫിൽ 2 റിയൽ ഇൻസിഡൻറ്റിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ സിനിമ ബുള്ളറ്റ് ഡയറീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മളെ അടുത്ത് വരുന്ന സബ്ജക്റ്റ് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനിയും ഈ 2 രീതിയിലുള്ള സിനിമകൾ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇത് നോർമലി നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ബുള്ളറ്റിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഫുട്ബോളിനെ വെച്ചിട്ട് അങ്ങനത്തെ ക്രൈസിനെസ് ഉള്ള സിനിമകൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അതിനൊന്നും എങ്ങനെ ഡിഫറെൻ്റ് ആവും ഈ ബുള്ളറ്റ് ഡയറീസ് എന്ന ചിത്രം? അതാണ് ഈ ബുള്ളറ്റിനോടുള്ള പ്രണയമാണ് യഥാർത്ഥത്തിൽ ധ്യാനം. അപ്പോൾ ആ പ്രണയമാണ് നമ്മുടെ ഇതിൽ സാധാരണ എല്ലാവരുടെ വീട്ടിലും ബൈക്കും ബുള്ളറ്റും കാറുകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ എങ്ങനെയാണ് ഒരു വണ്ടിയെ, നമ്മളെ കൊണ്ടുപോകുന്ന വണ്ടിയെ ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് പ്രണയിക്കുന്നത് എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. അതിനപ്പുറത്ത് ഈ മറ്റൊരു തലത്തിൽ ഇതൊരു ഇമോഷണലി കണക്റ്റായി മറ്റൊരു വ്യക്തിക്ക് ഇതൊരു ഇമോഷണൽ കണക്റ്റ് ആവുന്ന രീതിയിലേക്ക് ഈ സബ്ജക്റ്റ് മാറുന്നുണ്ട്. അപ്പോൾ പാഷനും ഇമോഷനുമാണ് ഈ സിനിമയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ചേട്ടാ, ഈ സിനിമയിൽ എങ്ങനെയാണ് കഥാപാത്രമാണ്? അച്ഛൻ കഥാപാത്രമാണോ? അച്ഛൻ്റെ പ്രായം എന്ത് പറയാം, അച്ഛനാണുള്ള പ്രായമായി. കുറേ അച്ഛന്മാര് ചെറുപ്പക്കാരായി അഭിനയിക്കുന്നതുകൊണ്ടാണ് എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഈ അച്ഛൻ്റെ വേഷങ്ങൾ കിട്ടുന്നത്. അച്ഛനും മുത്തച്ഛനൊക്കെ ആവുന്ന ആൾക്കാർ 25 വയസ്സ് 30 വയസ്സായിട്ട് അഭിനയിക്കുമ്പോൾ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് അവസരം കിട്ടുന്നു. സന്തോഷം മാത്രമേ ഉള്ളൂ. സിനിമയിൽ ഉണ്ടാവലാണ് പ്രധാനം. സിനിമയിലായിരിക്കുക നമുക്ക് പറ്റുന്നത്. എനിക്ക് വളരെ ഇഷ്ടത്തോടു കൂടെ ഞാൻ ചെയ്ത കഥാപാത്രമാണ്. സിമ്പിളായിട്ടുള്ള കഥാപാത്രമാണ്. അങ്ങനെ ശീലങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ചൊരു പരിവേഷമൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ഏതൊരു സാധാരണക്കാരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. അതെ, ഗ്രാമീണ പശ്ചാത്തലമാണ് ഈ സിനിമയുടെ ഇത്. പക്ഷെ മറ്റേ ഒരു പറയുന്നത് ഭർത്തായ ആ ഒരു ഇതല്ല, നാടൻ വേഷമാണ് എന്നതിലുപരി ഇത് വളരെ സിമ്പിളായിട്ട് എന്നാ ഇമോഷൻ വെച്ച് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നൊരു കഥാപാത്രമാണ്. ഞാൻ ലുക്സിൻ്റെ മാത്രം ഇതിലല്ല പറയുന്നത്. നാടൻ വേഷം ഇട്ടത് കൊണ്ട് കഥാപാത്രം സിമ്പിളാവുന്നല്ല, പക്ഷെ ക്യാരക്ടർ സ്കെച്ച് അങ്ങനെ തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു സന്തോഷേട്ടൻ്റെ പനിയാണെന്നുണ്ടെങ്കിൽ ബുള്ളറ്റ് ഡയറീസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ വേറെയും ഒരു സ്ക്രിപ്റ്റ് സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് മനസ്സിലായത് കുറേ കൂടി ഇമോഷൻസായിട്ട് കണക്ട് ചെയ്ത് ആൾക്കാരെ കണക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വിധമാണ്. ആ ഒരു വാല്യൂ, അങ്ങനത്തെ ഒരു വാല്യൂ ഉള്ള സ്ക്രിപ്റ്റ്സാണ് സന്തോഷമായിട്ടൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ് വിൽ നോട്ട് ഫീൽ ടു ടച്ച് യുവർ ഹാർട്ട്. ഹൃദയസ്പർശിയായിട്ടുള്ള സിമ്പിൾ ഫീൽ ഗുഡ് ഫിലിം ആയിരിക്കും. ഞാൻ പറഞ്ഞതിൽ തെറ്റുള്ള കാരണം വലിയ പടങ്ങളുടെ ഇടയിൽ തന്നെ ചെറിയ പടങ്ങളും അതിനും സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയും പറയാൻ പറ്റുള്ളൂ. ഈ വലിയ മാർക്കറ്റിംഗ് രീതിയിൽ വെച്ചിട്ട് നമുക്ക് പിടിച്ചു നിന്നേ പറ്റും. ഞാൻ ഒരു പടത്തിൻ്റെ ഷൂട്ടിലാണ്. ഇന്ന് വൈകുന്നേരം ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് പൊള്ളാച്ചിയിലേക്ക് വിനീത് ശ്രീനിവാസൻ്റെ പടത്തിലേക്ക് പോകണം. നല്ല തിരക്കിലാണ്, അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. അല്ലെങ്കിൽ മറ്റ് സമയക്കുറവാണ് കൊണ്ട് മാത്രമാണ്.
ധ്യാൻ ഇതിൽ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ. വളരെ റിയലിസ്റ്റിക് ആയിട്ട് വളരെ ഗംഭീരമായിട്ടുള്ളൊരു എനിക്ക് തോന്നുന്നു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ധ്യാൻ ചെയ്തത്. അതേപോലെ പ്രയാഗിനും ശ്രീകാന്ത് ഒക്കെ എല്ലാവരും അവരുടെ റോളുകൾ വളരെ രഞ്ജി പണിക്കർ സാറ് വളരെ നന്നായിട്ട് ഒരു സദാനന്ദ മാസ്റ്ററായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും തോമസ് ഏട്ടനായിട്ടാണ് ശ്രീകാന്തായിട്ടും വന്നിട്ടുള്ളത്. പ്രയാഗ ലിൻഡ ലൂക്കോസ് ആയിട്ട് ഒരു ആശുപത്രിയിലെ കോപ്പർട്ടി ആശുപത്രിയിലെ ഒരു നേഴ്സാണ്. വളരെ ഡൗൺ ടു എർത്തിലെ കഥാപാത്രങ്ങളാണ് മുഴുവനും. ഒരു പക്ക കണ്ണൂരെ ഹൈറേഞ്ച് മലയോരത്ത് താമസിക്കുന്ന ഒരു കട്ടപ്പനയെന്ന് കണ്ണൂരിൽ വന്ന് താമസിക്കുന്ന ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ഉണ്ടാകുന്ന സബ്ജക്റ്റാണ്. അതിനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ സബ്ജക്റ്റ് ഞാൻ സ്ക്രിപ്റ്റ് ആക്കിയത്. നോർമലി ഇങ്ങനെ ഒരു ചിത്രം ഇറക്കുന്ന സമയത്ത് ഉറപ്പായും ഇതൊരു റിയൽ ഇൻസിഡന്റ് ആണ് താങ്കൾ പറഞ്ഞു. അപ്പം ശരിക്കും ഇങ്ങനെ റീൽസ് അന്നത്തെ അത്രയും പനിയെന്ന് ചിത്രം നോക്കിയാൽ അതൊരു റിയൽ ഇൻസിഡന്റ് ബേസ് ചെയ്ത് ഇങ്ങനെ റിയൽ ഇൻസിഡൻസിൽ ബേസ് ചെയ്ത ചിത്രം ഇൻസ്പയർ ചെയ്യാൻ അത് എന്തെങ്കിലും മാറ്റം വരുത്തുന്നത് കരുതുന്നുണ്ടോ? കാരണം ഇപ്പോഴും അങ്ങനത്തെ കസ്റ്റമൊക്കെ നടക്കുന്നുണ്ട്. താങ്കളുടെ ചിത്രം ഇറങ്ങി അപ്പോൾ അങ്ങനത്തെ മെസ്സേജ് കിട്ടിയിട്ട് പോലും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അല്ല, അത്തരം സിനിമകൾ നമുക്ക് സിനിമ കൊണ്ട് ഈ ലോകം നന്നാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ നമ്മളുടെ മീഡിയ എന്നുള്ള രീതിയിൽ ഈ പവർഫുള്ളായിട്ടുള്ള ഈ മാധ്യമം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് പനി ഇപ്പോഴും നടക്കുന്നുണ്ട്. അവിടെ മേഴ്സി കില്ലിംഗ് ഇപ്പോഴും നടക്കുന്നുണ്ട്. മാതാപിതാക്കളെ മക്കൾ തന്നെ കൊല്ലുന്ന ഒരു ആചാരമാണ്. അതിന്ന് പല രീതിയിൽ അത് മിസ്യൂസ് ചെയ്യുകയാണ്. അതാണ് പനിയുടെ കാലിക പ്രസക്തി. അതുപോലെ ഇതും ഒരു ഫീൽ ഗുഡാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു നടന്ന കാര്യമാണ് ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഡാൻസ് പാർട്ടി അതിലൊരു ഭയങ്കര വോക്കൽ ആയിട്ട് ഒരു ബ്ലാസ്റ്റ് ചെയ്ത തരത്തിലുള്ളൊരു കഥാപാത്രമാണ് ചെയ്തത്. അപ്പം അതിൽ നിന്നും ഇതിലേക്ക് വരുന്നൊരു ഗ്രാമീണ ഒരു തരത്തിലുള്ള ഒരു സാധാ പെൺകുട്ടി എന്ന രീതിയിൽ അപ്പം ഏത് തരം ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം? ഏത് തരം കഥാപാത്രം ചെയ്യാനാണ് ഏറ്റവും എളുപ്പം? അതിൽ എന്താണ് ലിൻഡ ലൂക്കോസ് അല്ലെങ്കിൽ ബുള്ളറ്റ് ഡയറീസിൽ നിന്നുമാണ് ഞാൻ ഡാൻസ് പാർട്ടിയിലേക്ക് പോയത്. കാരണം ബുള്ളറ്റ് ഡയറീസ് കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഡാൻസ് പാർട്ടി ഇപ്പോൾ ജസ്റ്റ് ഡാൻസ് പാർട്ടി സോ ഹാപ്പൻഡ് അത്രേ ഉള്ളൂ. അതായത് ഞാനിങ്ങനെ എനിക്കിഷ്ടമുള്ള പോലെ നടക്കുന്ന സമയത്ത്, ഞാൻ വലിയ കാര്യമായിട്ട് സിനിമയൊന്നും കമ്മിറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് തലമുടിയിലൊക്കെ കളറടിച്ച് നടന്നപ്പോൾ സോഞ്ചേട്ടൻ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു. അങ്ങനെ ഈ ലുക്ക് കുഴപ്പമില്ല പ്രയാഗ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത പാടാണ് അത്രേ ഉള്ളൂ. ഇതങ്ങനെയല്ല. സ്ക്രിപ്റ്റ് കേട്ട് എനിക്ക് ഇഷ്ടമായി ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. കംഫർട്ടബിൾ ടീമാണ്. സന്തോഷേട്ടൻ ഇസ് എ സ്വീറ്റ് ഹാർട്ട്. വർക്ക് ചെയ്യാനായിട്ടും അല്ലാതെ നല്ല മനുഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പ്രതീതിയാണ് നമുക്കെപ്പോഴും. ശ്രീകാന്തേട്ടൻ ഇസ് മോർ ലൈക്ക് എ ഫാമിലി മെമ്പർ. ധ്യാനേട്ടനായിട്ട് എൻ്റെ രണ്ടാമത്തെ ചിത്രമാണ്. അപ്പം ഒരു വർക്കിംഗ് കെമിസ്ട്രി ഉണ്ട് നമുക്കപ്പം. എന്തോ എല്ലാ ആസ്പെക്റ്റ് നോക്കുമ്പോഴും ഇത് എടുത്ത് ചെയ്യാമല്ലോ എന്ന് തോന്നി. അങ്ങനെ ചെയ്ത പടമാണ്. പിന്നെ പെർഫോമൻസ് വൈസ് ഞാൻ മലയാളത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് പെർഫോമൻസ് സ്കോപ്പുള്ളൊരു കഥാപാത്രം കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഉണ്ടാവും. പക്ഷെ നിങ്ങളാരും ചിലപ്പം അത് അത്ര കമേഴ്ഷ്യലി ഇപ്പം വിശ്വാസപൂർവ്വം മത്സരമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. മത്സരമുണ്ട്. അത്തരം കഥാപാത്രങ്ങൾ സബ്സ്റ്റൻസുള്ള സ്പേസുള്ള എന്നെ ചാലഞ്ച് ചെയ്യുന്ന ഐ തിങ്ക് ദാറ്റ്സ് ദ റൈറ്റ് വേർഡ്. കഥാപാത്രങ്ങൾ ചെയ്യണം തന്നെയാണ് ആഗ്രഹം. പക്ഷെ നമുക്കിപ്പം ഡ്യൂ കോഴ്സിൽ വരുന്നതല്ലേ എടുക്കാൻ പറ്റും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ലിൻഡ ലൂക്കോസ് ഒരു താരതമ്യേന നമ്മൾ ഡാൻസ് പാർട്ടി എന്ന് പറയുന്നത് അടിച്ചു പൊളിച്ച് ഒന്നും നോക്കാതെ ആഘോഷിച്ച് ചെയ്ത പാടാണ്. ഷൈനുണ്ട്, ബാസിയുണ്ട്, വിഷ്ണുണ്ട്, സോമചേട്ടൻ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത പാടാണ്. ഇത് അങ്ങനെയല്ല. കുറച്ചും കൂടെ പ്രിപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു. കഥാപാത്രം ഉൾക്കൊള്ളാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം അത് വന്നു ആയി എന്നൊക്കെ ഉള്ളത് സംവിധായകനും പിന്നെ ഇനി നാളെ കാണാൻ പോകുന്ന നിങ്ങളെല്ലാവരും ആണത് തീരുമാനിക്കേണ്ടത്. But yeah, I hope to do more of these kind of roles. That personal life വേറെ ഇപ്പം എങ്ങനെ നടക്കുന്നു എന്താണ് ചെയ്യണമെന്നുള്ളതൊന്നും ആദ്യം ലുക്ക് ഔട്ട് ആവേണ്ട ആവശ്യമില്ല. പക്ഷെ കഥാപാത്രങ്ങൾ തീർച്ചയായിട്ടും ഓഡിയൻസ് എന്താണ് എൻ്റെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ എൻ്റെ പൊട്ടൻഷ്യൽ ഞാനും എക്സ്പ്ലോർ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പം എൻ്റെ
പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളതോ ഒക്കെ ഇപ്പോൾ ആൾക്കാർക്ക് ചിലപ്പം എക്സ്പെക്ട് ചെയ്തെടുക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. ഞാനും അങ്ങനെ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു ആക്ടറാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ ആ ഒരു പോയിന്റിൽ എത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം അതിന് ഇനിയും ടൈമുണ്ട്. ഞാനങ്ങനെ ഒരു ഷെൽഫ് ലൈഫ് കാണുന്നില്ല. ഇത്രയും നാൾ സിനിമയിൽ നിന്നിട്ട് പിന്നെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് പറ്റാവുന്ന കാലത്തോളം സിനിമകൾ ചെയ്യാം, നല്ല കഥാപാത്രങ്ങൾ. എനിക്ക് ഒരു ധൃതിയില്ല. എന്നെ സമയമെടുത്ത് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഞാനും ബെറ്റർ ആവട്ടെ. ഞാനും ലൈഫിൽ കുറേ എക്സ്പീരിയൻസസ് ഒക്കെ കിട്ടി. നല്ല നല്ല സിനിമകൾ, നല്ല നല്ല ആക്ടേഴ്സിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയും ഒക്കെ കൂടെ വർക്ക് ചെയ്ത് ഞാനും കുറച്ച് അറിവ് നേടട്ടെ. അപ്പം ഞാനും ഓട്ടോമാറ്റിക്കലി നാച്ചുറലി ബെറ്റർ ആകും. നാച്ചുറൽ പ്രോഗ്രഷൻ ഉണ്ടല്ലോ എല്ലാ ആക്ടേഴ്സിനും, അല്ലെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്രോത്ത് എനിക്കും ഉണ്ടാവണം, അല്ലെങ്കിൽ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തമിഴിലെ ചിത്രം നല്ല രീതിയിൽ ഒരു വൈറൽ ചിത്രമായിരുന്നു. ക്യാരക്ടർ തന്നെ അപ്പോൾ അങ്ങനത്തെ ഒരു കഥാപാത്രം, അതേപോലത്തെ കഥാപാത്രം മലയാളത്തിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ മലയാളത്തിൽ അതേപോലെ റെലവൻ്റ് ആയിട്ടുള്ള യെസ്, തമിഴിൽ പിസാസ് ഞാൻ ചെയ്തത് മിഷ്കിൻ്റെ. മിഷ്കിൻ സാറിൻ്റെ പിസാസ് എനിക്ക് ഒത്തിരി ഇപ്പോഴും ആൾക്കാർ അത് നോട്ട് ചെയ്ത് സംസാരിക്കാറുണ്ട്. എന്നാൽ എനിക്ക് ഒരു ഡയലോഗേ ഉള്ള സിനിമയിൽ അപ്പ എന്ന് വിളിക്കുന്നു ഒറ്റ ഒരു ഡയലോഗ്. അപ്പോൾ അങ്ങനെ പറയുന്ന നവരസത്തിൽ ഒരുപാട് ഡയലോഗുണ്ട്, പാട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഗൗതം സാറിൻ്റെ സ്ക്രിപ്റ്റും ഡിറക്ഷനും, സൂര്യ സാർ, നെറ്റ്ഫ്ലിക്സ്, PC ശ്രീറാം സാർ, മണിരത്നം സാർ പ്രൊഡ്യൂസിങ് ഇറ്റ്. That was like a package, like a performance, out and out, തുടക്കം തൊട്ട് ഒടുക്കം വരെ. പറയുന്നത് എത്രത്തോളം ഇമ്പാക്റ്റ് ഒരു കഥാപാത്രം ഓഡിയൻസിൽ ഉണ്ടാക്കുന്നു എന്നതിൽ കൂടെയുണ്ട് കുറച്ച് കാര്യങ്ങൾ. അപ്പം ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള, ഇപ്പം നാളെ എനിക്ക് സന്തോഷമായിട്ട് നല്ലൊരു സ്ക്രിപ്റ്റ് എനിക്ക് തന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ്, പ്രയാഗ ഒരു 5 മിനിറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 5 സീനേ ഉള്ളൂ, ബട്ട് ഇഫ് ദാറ്റ് ഈസ് ഇമ്പാക്റ്റ്ഫുൾ, ആസ് എൻ ആക്ടർ എനിക്കത് ചലഞ്ചിങ് ആയിട്ട് എൻ്റെ ആക്ടറിൻ്റെ ബെസ്റ്റ് പുറത്ത് കൊണ്ടുവരാൻ പൊട്ടൻഷ്യൽ ഉള്ളൊരു കഥാപാത്രമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്കിനി അങ്ങനത്തെ കുറച്ച് സ്പേസ് ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ്. ഈ നായിക എന്ന് പറഞ്ഞ മറ്റേ ആ ഒരു ബോക്സിൽ മാത്രം ഞാൻ ഐ ഡോണ്ട് കെയർ ഹൗ പീപ്പിൾ സീ മീ, വ്യൂ മീ. ഒരു പോയിന്റ് വരെയാണ്, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഐ ഡോണ്ട് റിയലി കെയർ. അപ്പം I'd also like to explore character roles. So, yeah, that's about it. ഇവരൊക്കെ പുതുതലമുറയിൽ ഇപ്പം ഭയങ്കര എനർജറ്റിക് ആയിട്ട് പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അവരുടെ കൂടെയൊക്കെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായോ? നല്ല ചോദ്യമാണ്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഞാനും പുതിയ മുഖമല്ലേ, പഴയ ആളല്ലേ. ഞാൻ കുറച്ച് മുമ്പ് പ്രയാഗം പറഞ്ഞതുപോലെ പുതിയ എന്തെങ്കിലുമൊക്കെ പരിപാടികളിൽ അച്ഛൻ പരിപാടി അല്ലാതെ വേറെ എന്തെങ്കിലും കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പോലീസുകാരനായിട്ടാണ് ഇപ്പം ഒരു 13-14 സിനിമകൾ അഭിനയിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് സിനിമ മാറുന്നുണ്ട്, സിനിമയിലെ കഥ പറച്ചിൽ മാറുന്നുണ്ട്, അല്ലേ? നമ്മുടെ പുതിയ സങ്കേതങ്ങൾ പോയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അത് എനിക്കും മാത്രമല്ല എല്ലാവർക്കും ഇത് ചലഞ്ചാണ്. പെർഫോം ചെയ്യുമ്പോഴും നമുക്ക് കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുമൊക്കെ ആ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മളും എക്സൈറ്റഡ് ആവുന്നുണ്ട്. അത്രേ ഉള്ളൂ. അത് പിന്നെ എന്താ പറയുക, ഒരു കൂട്ടായിട്ടുള്ള പരിപാടിയാണല്ലോ. അതിൽ നിങ്ങൾ മറ്റേ ക്യാമറയുടെ പുറകിലുള്ള ആൾക്കാരെ കാണുന്നില്ല എന്നേ ഉള്ളൂ. അവരാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കഥാപാത്രങ്ങളെ തീരുമാനിക്കുന്നത് പലപ്പോഴും എത്രയോ നാൾ മുമ്പ് ഇതിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകനൊക്കെയാണ്. ഇത് ശ്രീകാന്ത് പുള്ളിയാണ് ചെയ്യേണ്ടതെന്ന് അവർ എത്രയോ നാൾ മുമ്പ് തീരുമാനിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പകുതി ജോലി കഴിയും. നമ്മളാണത് ചെയ്യേണ്ടതെന്ന് അവർ തീരുമാനിച്ചു കഴിയും. പിന്നീട് അവർക്ക് നമുക്ക് ബ്രീഫ് വരുന്നു. ആ ബ്രീഫ് അനുസരിച്ചിട്ട് അവർ പറയുന്നിടത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ്. അത് ശരിക്കും ചലഞ്ച് തന്നെയാണ്. പുതിയ ആൾക്കാർ എന്നൊന്നുമില്ല. നമ്മൾ ക്യാമറ ഓൺ ആയാൽ പിന്നെ പുതിയതും പഴയതൊന്നുമില്ല. അതിനു വേണ്ടി പ്രിപ്പയർ ആവുക ചെയ്യാനുള്ളതാണ്. അത്തരത്തിലുള്ള പ്രിപ്പറേഷൻസ് നടക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ പ്രയാഗൊക്കെ ആയാലും ധ്യാനൊക്കെ ആയാലും അതിനു മുമ്പുള്ള പ്രീ വർക്ക്സ്, ഇപ്പം ഷൂട്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഡയലോഗ്സ് വീണ്ടും ഒന്നുകൂടി പറഞ്ഞു നോക്കുകയും ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവുമെന്ന് നോക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. അത് ആ പ്രോസസ്സ് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ശരിക്കും
ഒരു പരിധി വരെ ഞാൻ ആ കാര്യത്തിൽ രക്ഷപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോഴും ഇവിടെ ഉള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. കൂടെയുള്ള ഫ്രെയിമിൽ നമ്മുടെ ഒപ്പമുള്ള ആൾക്കാരാണ് ആ സമയത്ത് നമുക്കൊപ്പം ഉള്ളൂ. ബാക്കി എല്ലാവരും പിന്നോട്ട് മാറിയിട്ട് ക്യാമറ ഓൺ ആവുകയാണല്ലോ. അപ്പോൾ അത് ശരി ചലഞ്ച് തന്നെയാണ്. ഇപ്പം കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളൊരു ടേക്കേ കാണുന്നുള്ളൂ. കുറച്ച് എത്രയോ ടേക്കുകൾ കഴിഞ്ഞിട്ടാണ് ഒരു ടേക്കിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് എപ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചു കാലം കൂടി എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ചേട്ടാ ഇപ്പൊ വലിയൊരു ആക്ഷൻ സിനിമകളുടെ പാക്കേജുകളൊക്കെ കുറച്ചുകൂടെ ഫാമിലി ഓറിയന്റഡ് സിനിമകൾ എത്തിച്ച് വന്നോണ്ടിരിക്കുക. ഇപ്പോൾ ഫാലിമി അങ്ങനത്തെ ചിത്രങ്ങൾ ഫിലിപ്സ് ചിത്രങ്ങൾ വന്നോണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സിനിമ എത്രത്തോളം റെലവൻ്റ് ആയിട്ട് വരുന്നുണ്ട്? കാരണം ഇത് ഓടാൻ സാധ്യതയുണ്ടോ? ശരിക്കും ഈ ബുള്ളറ്റേറിയൻസിന്റെ റിലീസിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചെങ്കിൽ അതൊരു കോയിൻസിഡന്റൽ സംഗതിയാണ്. നമ്മളിത് ശരിക്കും ഒരു 1.5 വർഷം മുമ്പൊക്കെ നമ്മൾ ഏറെക്കുറെ സിനിമ തീർത്ത് റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ്. പല കാരണങ്ങളാണ്. കൊറോണ ഇഷ്യൂസ് വന്നു, പല സിനിമകളും റിലീസ് ചെയ്യാൻ വെച്ചിരുന്നെല്ലാം ലേറ്റായി. അപ്പോൾ നമ്മുടെ സിനിമ കൊച്ചു സിനിമ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റിലീസിന് തിയേറ്ററുകളിലും ഡിസ്ട്രിബ്യൂഷൻ പരിപാടികൾ ശരിയാവുകയൊക്കെ ആയിട്ട് സ്വാഭാവികമായിട്ടും വരാവുന്ന ഡിലേ വന്നു. പക്ഷേ അത് വന്ന് ഭവിച്ചത് കുറച്ച് മുമ്പ് സുഹൃത്ത് പറഞ്ഞതുപോലെ ഫാമിലി സിനിമകളുടെ കൂടെ വന്നു. അതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയിട്ട് ഞാൻ വിചാരിക്കുന്നു. അത് വർക്കാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആക്ഷൻ സിനിമകൾ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് അതാണ്. ആക്ഷൻ സിനിമകൾ വലിയ വലിയ സിനിമകൾ പോകുമ്പോൾ ഡയറക്ടർ പറഞ്ഞതുപോലെ നമ്മുടെ ഈ കുഞ്ഞു ഫാമിലി ഫിലിം ഇതൊരു 100% പ്രയാഗയുടെ പ്രയോഗം. അതായത് ഫീൽ ഗുഡ് പരിപാടിയാണ്. ഭയങ്കര വലിയ മാജിക് ഒന്നും സിനിമയിലില്ല. മറിച്ച് ചെറിയ ഇമോഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ബുള്ളറ്റ് ഏറ്റവും കാര്യമായിട്ട് ബുള്ളറ്റ് തുടച്ചു വയ്ക്കുകയും അത് മാറി നിന്ന് നോക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് നമ്മൾ കുറേ പേരെങ്കിലുമൊക്കെ. അതിൻ്റെ ശബ്ദം ഒക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യും. അതെന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റിയാൽ നമ്മളെ എഫക്റ്റ് ചെയ്യും. വേറെ ആരെങ്കിലും ചിലപ്പോൾ ആ ബുള്ളറ്റിൽ കയറി ഇരുന്നാൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ളവരുമുണ്ട്. മറ്റുള്ള ആൾക്കാർ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ സന്തോഷിക്കുന്നവരുണ്ട്. അപ്പോൾ ഭയങ്കര ഒബ്സെഷനുള്ള ഒരു കഥയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മളുടെ എല്ലാം ഉള്ളിലെ ആ ഒരു ആത്മാംശം പിടികിട്ടുന്ന എനിക്ക് തോന്നുന്നു. നമ്മളെ റിലേറ്റ് ചെയ്യും. അത് ഒരാളല്ല, രണ്ടുപേരുണ്ട് സിനിമയിൽ. ഇതിനോട് രണ്ടുപേരുടെയും അഗ്രസീവ് നേച്ചറുണ്ട്. ഇതിനെ കാണുന്ന രണ്ട് രീതിയിലാണ്. അതാണ് ഈ സിനിമയുടെ ടോട്ടൽ കഥയുടെ പോക്ക്. ഞാനാണോ പറയേണ്ടത്? ഞാൻ എല്ലാവരും പറയാം. ഓക്കെ, ഇതൊരു കൊച്ചു സിനിമയാണ്. നേരത്തെ പറഞ്ഞത് തന്നെ കണ്ടെടുത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളങ്ങളും ഭയങ്കര അവകാശവാദങ്ങളൊന്നുമില്ല. വളരെ സാധാരണയായ സിനിമ. വളരെ നല്ല പെർഫോമൻസസ് കാണാൻ പറ്റും സിനിമയിൽ. ധ്യാൻ ശ്രീനിവാസിന്റെ ഞാൻ ഈ അടുത്ത കാലത്ത് ധാരാളം സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ധാരാളം സിനിമ റിലീസാവുന്നുണ്ട്. ധ്യാനിന്റെ വളരെ വളരെ എന്താ പറയുക, ഉള്ളു തൊട്ട് വളരെ സ്വാഭാവികമായി അഭിനയിച്ച ഇമോഷൻസ് ഒക്കെ വളരെ ടൈം എടുത്ത് അതിന് സമയം കൊടുത്തു ഡയറക്ടർ. അങ്ങനെ ഉണ്ടായിട്ടുള്ളൊരു സിനിമയാണ്. പ്രയാഗയുടേതായാലും കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ഡാൻസ് പാർട്ടിയൊക്കെ നടക്കുമ്പോൾ പ്രയാഗ പറയുമ്പോഴാണ് ഞാനത് ഓർത്തത്. ഡാൻസ് പാർട്ടി ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. കുറച്ച് സീനും സോഹനൊക്കെ എൻ്റെ സുഹൃത്താണ്, എൻ്റെ അർജുനാണ് ഫിലിമിൻ്റെ എഡിറ്റർ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് ഈ സിനിമ കുറേ കാലം മുമ്പാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു സമയം, ആ ഒരു സ്ഥലം, ആ ഒരു ടെറൈൻ, ആ ഒരു വീടും ഞങ്ങളെല്ലാവരും അതിലെ കഥാപാത്രങ്ങളായിട്ട് മാറുമായിരുന്നു. അവിടെ ഉണ്ടായിരുന്നതും മാവ് പോലെയൊക്കെ ഞങ്ങളും അവിടെ കഥാപാത്രങ്ങളാവുമായിരുന്നു. ഒരു വർക്ക്ഷോപ്പും ഒരു ചെറിയ കവലയും നമ്മളൊക്കെ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ മാത്രം കണ്ടേക്കാം. കാരണം നമ്മളൊന്നും ആ സ്ഥലത്തേക്ക് പോകില്ല. ആ സ്ഥലത്ത് താമസിക്കുന്നവരല്ലാതെ ആ ഇടത്തേക്ക് തപ്പിപ്പോകാൻ ചാൻസ് കുറവാണ് പൈതൽ മലയുടെ മുകളിൽ. പക്ഷെ അവിടെ ഒരു ജീവനുണ്ട്, ഒരു ജീവിതമുണ്ട്, ഒരു ചായക്കടയുണ്ട്. ആലക്കോടാണ് ഈ സ്ഥലം. അപ്പോൾ അവിടെ ഒരു ചെറിയ ചായക്കടയുണ്ട്. അവിടെയും വളരെ സജീവമാണ് ജീവിതം. അതിനിടയിലാണ് നമ്മുടെ ഈ കഥാപാത്രങ്ങളെ ഡയറക്ടർ കൊണ്ട് പ്ലേസ് ചെയ്തല്ലോ. അതിൻ്റെ ഒരു സുഖവും അതിൻ്റെ ഒരു സമാധാനവും ഈ സിനിമയ്ക്കുണ്ട്. വളരെ സമാധാനമായിട്ട് പോയിരുന്ന് കാണാവുന്ന ഒരു കുടുംബ ചിത്രമാണ്. സോ എല്ലാവരും കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. എനിക്ക് ബുള്ളറ്റ് ഇഷ്ടമാണ്. അയ്യോ ഇല്ല, എനിക്ക് ബുള്ളറ്റ് കാണാൻ ഇഷ്ടമാണ്. പുറകിലിരുന്ന് യാത്ര ചെയ്യാനും ഇഷ്ടമാണ്. ബുള്ളറ്റ് ഓടിക്കാൻ പഠിച്ചിട്ടുമുണ്ട്. വേറെ ഒന്നിനുമല്ല, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് മൂവി ഡidn't happen. പക്ഷേ എനിക്ക് 2 വീലർ പേടിയാണ്. അതിപ്പോൾ സ്കൂട്ടറായാലും ബുള്ളറ്റായാലും ബാക്കി വെറൈറ്റി ഓഫ് 2 വീലേഴ്സ് പേടിയാണ് എനിക്ക്. ചെയ്യും ചേട്ടാ, നല്ല ജോലി. ചേട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്, ചാലഞ്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്യാനാണ് താല്പര്യം. അപ്പം പേടിയില്ലെന്ന് പറഞ്ഞാൽ പേടിയുള്ള കാര്യങ്ങൾ കറേജോടെ നേരിടുമ്പോഴാണല്ലോ നമുക്ക് വിജയം വരുന്നത്. കാരണം ഈസി ആയിട്ടുള്ള ജീവിതമോ ഈസി അല്ല.
സിനിമ ഒട്ടുമല്ല, കഥാപാത്രങ്ങൾ ഒട്ടുമല്ല. അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യണം, അതല്ലേ എൻ്റെ ചാലഞ്ച്. ഇല്ല, പേടിയാണെന്ന് പറഞ്ഞല്ലോ. ആ സിനിമയിലൊക്കെ ഇങ്ങനെ പഠിച്ചിട്ട് ഓടിച്ചാൽ പോരെ, അതൊന്നും കുഴപ്പമില്ല. ഒരു ആക്ഷൻ കട്ടിൻ്റെ ഇടയിൽ മാത്രമേ നിൽക്കുള്ളൂ. സിനിമ അറിയാമോ? സിനിമയിലെ ബേസിക് സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടാൽ നമുക്ക് ബുള്ളറ്റ് ഓടിക്കുന്നതായിട്ട് നോക്കാം. ഞാനിതിൽ ബുള്ളറ്റ് ഓടിക്കുന്നില്ല. ബുള്ളറ്റ് ഇതൊരു എന്താണ് നമ്മുടെ ഇതിൽ പറയണല്ലോ, ബൈക്ക് റൈഡിന്റെ കഥയല്ല ഇത്, ബൈക്ക് റൈഡറുടെ കഥയല്ല, ബൈക്കിനെ സ്നേഹിക്കുന്ന ഒരാളുടെ കഥയാണ്. ആരും അങ്ങനെ വിചാരിക്കരുത്. റോഡ് മൂവി അല്ല ഇത്. ഇതിന് ഒരു സ്ഥലത്ത് മാത്രമുള്ള ഒരു ബൈക്കിനെ സ്നേഹിക്കുന്ന ഒരാളുടെ കഥയാണ്. അങ്ങനെ ധരിക്കാനേ പാടില്ല. ഓക്കെ, ബൈക്കിനെ സ്നേഹിക്കുന്ന ആളെ സ്നേഹിക്കുന്ന ഒരു സാധാരണ കുട്ടി മാത്രമാണ് അല്ലേ. സ്കൂട്ടർ ഞാൻ ഓടിക്കുന്നുണ്ട്, അന്തസ്സായിട്ട് വീഴുന്നു പോകുന്നു സ്കൂട്ടറിൽ. ഒരു നിങ്ങളുടെ ഹൃദയത്തിൽ തൊടുന്ന ഒരു കൊച്ചു സിനിമ എന്തായാലും മനസ്സിൽ ഒരു ഫീൽ ഉണ്ടാക്കാതെ ഈ സിനിമ കണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ ചേട്ടൻ കണ്ടതുപോലെ എൻ്റെ ആദ്യത്തെ സിനിമ നിങ്ങൾ കണ്ടു എന്നല്ലേ പറഞ്ഞു. അപ്പോൾ എന്താണ് തോന്നിയത്? നല്ല ഇമോഷണൽ മൂവിയായിരുന്നു. കിട്ടുന്നുണ്ടല്ലോ. അതുപോലെ അതേപോലെ തന്നെ മറ്റൊരു ഇമോഷണൽ ഫീൽ ഗുഡ്, അത്യാവശ്യം കോമഡിയൊക്കെ ജോണി ആൻ്റണി സാറൊക്കെ എൽത്താഫൊക്കെ നല്ല നന്നായിട്ട് കോമഡിയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇമോഷണലും പാഷനും അതാണ് ഈ സിനിമ. കൊച്ചു സിനിമയാണ്, വലിയ സിനിമകൾ വരുന്നുണ്ട് അടുത്ത ആഴ്ച. അപ്പോൾ അതിൻ്റെ ഒന്നിച്ച് നമ്മുടെ കൊച്ചു സിനിമയും പ്രേക്ഷകർ ഇഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസത്തിലാണ് നാളെ തിയേറ്ററിൽ മുഴുവൻ ആൾക്കാരും പോയി കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. I must appreciate you for watching Pani. ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിട്ടുള്ളൊരു പടമാണ്. മാത്രമല്ല ഇങ്ങനെ മീഡിയ ഇത്രയും വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിലൊരാൾ സിനിമ കണ്ടു പറയണത് കമൻറ്റബിൾ. താങ്ക് യു. അവിടെ ഏറ്റവും മികച്ച മലയാള സിനിമക്കുള്ള ഫിപ്രസ്കി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാവരും സിനിമ കാണുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഇനിയും സിനിമ ചെയ്യാനുള്ള ഊർജം പ്രേക്ഷകർ തരുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ബുള്ളറ്റ് കൊണ്ടുവന്നതിനകത്ത് താങ്ക് യു. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.